നമ്മൾ ഇവിടെ പേരൂർക്കട ജംഗ്ഷനിലെത്തി. കുറേ നാളത്തേക്ക് ശേഷമാണ് ഇപ്പോൾ വ്ളോഗ് ചെയ്യണേ. വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വ്ളോഗ് ചെയ്യാൻ താമസം എടുത്തത്. ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. സംസം ദോശ കൊണ്ടാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് സംസം ദോശ കണ്ടിൽ ഓർ അടിക്കില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്തായാലും അടിച്ച്. ഇവിടെ നമുക്കൊരു 2.5 കിലോമീറ്റർ ഉണ്ട്. കറക്റ്റ് 2.5 കിലോമീറ്റർ കേട്ടാ. പക്ഷെ അത് നോക്കിയതുമില്ല, ഒരു ഉദ്ദേശം വെച്ച് പറഞ്ഞാണ്. കറക്റ്റ് 2.5 കിലോമീറ്റർ, 2.5 കിലോമീറ്റർ. റോഡൊക്കെ മോശം കാഴ്ച. അപ്പോൾ എവിടുന്ന് എവിടെ ലാസ്റ്റ്. അയ്യോ, സാധാരണ ഇവിടെ രാവിലെ വരുമ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ കാണുന്നത്. അത് കാണില്ല. നമ്മൾ ലൊക്കേഷൻ എത്തി. ഫുഡ് റെഡിയാണ് നോക്കട്ടെ. ഇല്ല, 2 മിനിറ്റ് ഉണ്ട്. ഗൈസ്, നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഐറ്റം എന്ന് പറയണത് 3 ഉഴുന്നുവട, ഒരു ബ്രെഡ് ഓംലേറ്റ്, ചീസും 3 പീസ് ഇഡ്ഡലിയാണ് നമ്മൾ ഐറ്റം. നമ്മൾ കൊടുക്കാനുള്ളതെന്ന് പറയണത് പേട്ടയിലാണ്. സ്കൂൾ ട്യൂഷൻ പേട്ട പുള്ളിയിലെ. ഓരോ ദിവസം ബാഗ് എടുക്കാത്തതായതുകൊണ്ട് ബാഗ് നരച്ച്. അതിൻ്റെ കളറൊക്കെ പോയി, ഒരുമാതിരിയായി. പോകേണ്ടത് പേട്ടയിൽ. പേട്ട ഇവിടെ നമുക്ക് 4.5 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലല്ലേ. നമ്മൾ ഫസ്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ കൊടുക്കാൻ എത്തിയിട്ടുണ്ട്. സോറി, എത്തിയിട്ടുണ്ടെന്നല്ല, എത്തിയിട്ടുണ്ടെന്ന് വേറെ എവിടെയും കേട്ടാ തികച്ചും ഏകച്ചേരി അല്ലേ? മറന്നുമല്ലേ, അതിലല്ലേ. അപ്പം നമ്മൾ ലൊക്കേഷൻ എത്തി കേട്ടോ. എത്ര പ്രാവശ്യം നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50 രൂപ
99 പൈസയും. ഇനിയിപ്പോൾ നമുക്ക് നേരെ കുറങ്ങോട്ടോട്ട് പോകാം, അങ്ങോട്ട് ഓർഡറാണ്. പൈസ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ അലങ്കാറാണ്. ഞാൻ അങ്ങോട്ട് തന്നെ പോകാൻ ഉദ്ദേശിച്ചത്, അപ്പോഴത്തേക്ക് ഓർഡർ അടിച്ചു. റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ ഓർഡർ അടിക്കില്ല, പക്ഷേ ഭയങ്കര ഹൈ ഓർഡർ കാണിക്കും, പക്ഷെ ഓർഡർ അടിക്കില്ല. അതുകൊണ്ട് അത് പോകണം. മിനിറ്റ് ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. റെഡി ആകുമ്പോൾ അങ്ങോട്ട് പോവാം. ഗൈസ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, വേഗം ചെന്ന് എടുക്കാം. നമ്മൾ ഐറ്റം എന്ന് പറയുന്നത് ഇഡലി, പിന്നെ വട കോംബോയാണ്. ഇഡലി വട കോംബോ എവിടെയാണ്? ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഗൈസ്, നമുക്കിനി ഒരു 350 മീറ്ററും കൂടെ ഉള്ളൂ. നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കിട്ടിയത് 24.05 പൈസയാണ്. തിരിച്ച് നമുക്ക് പോവാം. രാവിലെ ഈ സമയത്ത് നല്ല ഓർമ്മ കിട്ടണേ, പക്ഷെ എന്തോ തോന്നി ആൾ തോനെ കാണും. അതുകൊണ്ട് വേറെ എന്തെങ്കിലും സംഭവിച്ചു കാണുന്ന അറിഞ്ഞൂടാ, ഉറപ്പില്ല. നമുക്ക് കാപ്പി പിടിക്കാൻ സമയമായി, 9:09 ഇവിടൊക്കെ മോട്ടർ ബബിളി ആയിട്ടുള്ള റോഡ് കേട്ടോ. ആണ് ആലോചിച്ചുകൊണ്ടിരിക്കണം, ബബിളി ആയിട്ടുള്ള റോഡ്. മര്യാദയ്ക്ക് പോകാൻ പറ്റില്ല, അതാണ് കുഴപ്പം. കാശ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, പക്ഷേ ചെറിയൊരു കുഴപ്പം. നമ്മൾ നിന്ന ഹോട്ടലാണ് സായ റെസ്റ്റോറൻറ്റ്. പക്ഷേ ഇപ്പോൾ ഇവിടെ തിരിച്ചു പോകണമല്ലോ. പോണതിന് കുഴപ്പമില്ല, പക്ഷേ മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയണത് ഇപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ അടിപൊളി ഷോർട്ട് കട്ട് കിടക്കുകയാണ്. ഇവിടുന്ന് 750 മീറ്ററേ ഉള്ളൂ. നമ്മൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് എത്തും. ആ കണക്കിനുള്ള ഷോർട്ട് കട്ട് ഉണ്ട് ഇവിടെ. റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് കയറും, അങ്ങനത്തെ ഷോർട്ട് കട്ട് ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ വന്ന് കയറുന്ന ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മളിപ്പോൾ പോയ വഴി തന്നെ അതിലെ കൂടെ ഒന്നും കൂടെ പോകും. ഓറില്ലെന്ന് പറഞ്ഞേ ഉള്ളൂ, ശരവറ ഓറല്ലേ എത്തിയിട്ടുണ്ട്. അതിവിടെയാണ്, ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ആ ഹോട്ടൽ. ഓക്കെ, നമുക്ക് ഒതുക്കാം. ഗൈസ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഐറ്റം എന്ന് പറയുന്നത് പുട്ട് പയർ പപ്പടമാണ്. 2 ഐറ്റം പുട്ടാണ് കേട്ടോ. ചമ്പ മറ്റേ പുട്ടില്ലേ, ചമ്പ റൈസ്. പിന്നെ അടുത്തത് നമ്മൾ സാധാ പുട്ട്. നല്ല കോമ്പിനേഷൻ ആണല്ലേ, അടിപൊളി. നമുക്ക് കൊടുക്കാനുള്ളത് മണികണ്ഠേശ്വരമാണ്. പിന്നെ ഇവിടുന്ന് 3.3 കിലോമീറ്റർ ഉണ്ട്. നമുക്കിവിടുന്ന് റൈറ്റാണ് പോകാനുള്ളത്.
1.2 കിലോമീറ്റർ ഉണ്ട്. വണ്ടി ചത്തോലോ. നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 35 രൂപ 0.7 പൈസ നമുക്ക് കിട്ടിയത്. കാപ്പി കുടിച്ചില്ല കാശ്, അതിൻ്റെ അകത്തിരിക്കണേ ഉള്ളൂ. പറ്റുമെങ്കിൽ ഇപ്പം തന്നെ കുടിക്കാം അല്ലേ, പിന്നീട് കുടിക്കാൻ നിന്നാൽ സമയം കിട്ടും. ഗായ്സ്, ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാം. പിന്നെ അടുത്ത് ഓർഡർ അടിച്ച പിന്നെ നമുക്ക് കഴിക്കാൻ സമയം കിട്ടില്ല. ലാസ്റ്റ് ക്ലിപ്പ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഇത് ക്യാമറയിലെ ചാർജ് ചെയ്യുന്ന ഓഫായിപ്പോയി. അതുകൊണ്ട് ലാസ്റ്റ് ക്ലിപ്പ് കിട്ടിയില്ല ഗൈസ്. അപ്പം നമ്മൾക്ക് ഇന്നലെ നമുക്ക് ടോട്ടൽ കിട്ടിയത് 170 രൂപയാണ്. 165 5 രൂപ കൂടെ ചേർത്ത് 170 രൂപയാണ് കിട്ടിയത്. 5 രൂപ മറ്റേ എക്സ്ട്രാ ലോങ് ഡിസ്റ്റൻസ് പേ ഇല്ലേ, അതിൻ്റെ 5 രൂപ. പിന്നെ 5 ഓവറാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ 5.5 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് രാവിലത്തെ കണക്കാണ്. ഇനി വൈകുന്നേരത്തെ കൊണ്ട് നോക്കില്ല ഞാൻ. പിന്നെ രാവിലെ ഓവർ കുറവാണ് പൊതുവേ. ഇപ്പോൾ സൊമാറ്റോയിൽ രാവിലെ ഓവർ കുറവാണ്. കുറേ ദിവസം കൊണ്ട് ഞാൻ അത് മനസ്സിലാക്കിയ കാര്യമാണ്. ഓഫർ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഓവർ കിട്ടില്ല. ഓവർ കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓർഡർ എടുക്കുന്നതിനനുസരിച്ചാണ് ഇൻസെൻറ്റീവും കൊടുത്തേക്കുന്നത്. ഇത്ര ഓർഡർ എടുത്താൽ ഇത്ര എമൗണ്ട് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കവർ ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് മെയിനായിട്ടുള്ള വിഷയം. ഇന്നലെ രാവിലെ 170 രൂപയാണ് മൊത്തം കിട്ടിയത്. ഏകദേശം 5-6 മണിക്കൂർ അടുപ്പിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പോരാ, നമ്മളത് പ്രതീക്ഷയാണ് പോണത്. അപ്പം ഉടനെ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ മോശം എമൗണ്ടാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.